ഹായ് നമസ്കാരം. എയിം സ്റ്റഡീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ മക്കളെ, ഉഷാറാണോ? ഓഡിബിൾ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ്. കൃതികളും കഥാപാത്രങ്ങളും. എന്തായാലും പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കും. UPSC ചോദിച്ചില്ല എന്ന് വെച്ച് നമുക്ക് പഠിക്കാണ്ട് ഒരു ഓപ്ഷനും ഇല്ല, പഠിക്കാതിരിക്കേണ്ട എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഏകദേശം എല്ലാ കൃതികളും അത് കഥാപാത്രങ്ങളും ആരുടെയാണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഒരു പരീക്ഷാ രീതിയിൽ പഠിച്ചു പോവുകയാണ്. ഓക്കെ ആണോ? എന്റെ കയ്യിൽ ഫോൺ ഇല്ല, അപ്പൊ നിങ്ങളുടെ കമന്റ്സ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ആൻസർ ചെയ്ത് പോവാ. പരീക്ഷാ രീതിയാണ്. കുടുകുടുകുടാ നിങ്ങളുടെ ആൻസർ ചെയ്യാ കേട്ടോ. റെഡിയാണോ? താഴെ തന്നിരിക്കുന്നതിൽ ഭീമൻ ഏതു കൃതിയിലെ കഥാപാത്രമാണ്? നോക്കിയേ, ഏതാണ് ആൻസർ വരിക? രണ്ടാം ഊഴം അല്ലെ? ഏതാണ്? MTയുടെ ഏതാണ് MTയുടെ രണ്ടാം ഊഴമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ചന്ദ്രിക ഏതാണ്? ചന്ദ്രിക. രമണൻ ഏതാണ്? രമണൻ ചങ്ങമ്പുഴ അല്ലെ? പിന്നെന്താണ്? ചെമ്പൻ കുഞ്ഞ് ഏതാണ്? ചെമ്മീനിലെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ചെമ്പൻ കുഞ്ഞ് ചെമ്മീനിലെ. ചെല്ലപ്പൻ ഏതിലെയാണ്? ചെല്ലപ്പൻ പറഞ്ഞേ, ചെല്ലപ്പൻ. എടാ മക്കളെ, ചെല്ലപ്പൻ ഏതാണ്? അനുഭവങ്ങൾ പാളിച്ചകൾ തകഴി ശിവശങ്കര പിള്ളയുടെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ ഭ്രാന്തൻ ചാനാൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഏതാണ് ആൻസർ ചെയ്തേ? ഭ്രാന്തൻ ചാനാൻ ഏതാണ്? മാർത്താണ്ഡവർമ്മ അല്ലെ? ഇതാണ് CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ഇന്ദുലേഖ എന്താണ്? ഓ ചന്തുമേനന്റെ ആണല്ലേ? നെല്ല് നമുക്കറിയാം. P വത്സര വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസുരവിട്ട് ഏത് കൃതി ആരുടെയാണ് കഥാപാത്രം? അസുരവിട്ട് ഏത് കൃതിയാണ്? MT വാസുദേവൻ നായരെയാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഭ്രാന്തൻ ചാനാൻ ഏതാണ്? മാർത്താണ്ഡവർമ്മ. ക്ലിയർ ആണോ? ദെൻ മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി അങ്ങോട്ട് ചേർത്തേ. കഥാപാത്രം ഉണ്ട്, കൃതികളുണ്ട്. ഏതാ വരിക? ഒന്നാമത്തെ ഏതാ വരിക? സാവിത്രി അല്ലെ? ദുരവസ്ഥ അല്ലേ വരിക? പിന്നെ രണ്ടാമത്തെ വിമല, മഞ്ഞ്, ദൻ ഓമാഞ്ചി, ഒരു തെരുവിന്റെ കഥ, സേതു, കാലം, വൈത്തിപ്പട്ടർ, ശാരദ. ക്ലിയർ ആണോ? ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക? എ ആണ് അല്ലെ? സാവിത്രി ഏതിലാണ്? ദുരവസ്ഥ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം വിമല മഞ്ഞ് തന്നെയാണ്. ഓമാഞ്ചി എന്താണ്? ഒരു തെരുവിന്റെ കഥ നമുക്കറിയാം. കാലം സേതു, വൈത്തിപ്പട്ടർ ശാരദ. ക്ലിയർ ആണോ? നാലാമത്തെ നോക്കിയേ, താഴെ പറയുന്ന ശരിയായത് വിലയിരുത്തുക. ഏതൊക്കെയാ ശരി വരിക? ബിയും ഡിയും ആണ് എന്നല്ലേ? രണ്ടും
4 ശരി അല്ലെ? ഏതാണ് അപ്പുണ്ണി? ഏതാണ് അപ്പുണ്ണി? MTയുടെ 4 കെട്ടാണ് നമുക്കറിയാം. പിന്നെ എന്താണ് ശ്രീധരൻ? ഏതാണ് SK പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ. ക്ലിയർ ആണോ? അപ്പൊ ഹരിപഞ്ചാനൻ ഏതാണ്? ഹരിപഞ്ചാനൻ CV രാമയുടെ ധർമ്മരാജ ട്ടോ. ശിവാനി, ശിവാനി എന്തോ മക്കളെ? ശിവാനി ഏതാണ്? OV വിജയന്റെ ഗുരുസാഗരം അല്ലെ? OV വിജയന്റെ ഗുരുസാഗരമാണ്. അപ്പുണ്ണിയല്ല സാറ്. ക്ലാസിപ്പോർ, ക്ലാസിപ്പോർ ഏതാണ്? കയറല്ലേ? MT ഏതാണ്? കയറല്ലേ? ഓക്കെ. അപ്പൊ ഏതാ ശരി വരിക? ഓപ്ഷൻ ബി 2ഉം 4ഉം മാത്രമാണ് ശരി. ക്ലിയർ ആണോ? ക്ലാസിപ്പേരോ തകഴിയുടെ ആണും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. വേറിട്ടു നിൽക്കുന്നത് ഏത്? വേറിട്ട് നിൽക്കുന്ന ഏതാണ്? ഭ്രാന്തൻ വേലായുധൻ അല്ലെ? ഭ്രാന്തൻ വേലായുധൻ ആണോ? ആണ്. ബാക്കി എന്താണ്? ഈ 3 ബാക്കി ആര്? OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം അല്ലേ? ഭ്രാന്തൻ വേലായുധൻ ഏതാണ്? ഇരുട്ടിന്റെ ആത്മാവ്. MTയുടെ ഇരുട്ടിന്റെ ആത്മാവ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ താഴെ പറയുന്നതിൽ ചുടലമുത്ത് കഥാപാത്രമായി വരുന്നത് ഏത്? ചുടലമുത്ത് കഥാപാത്രമായി വരുന്നത് ഏത്? ഏതാണ്? തകഴിയുടെ തോട്ടിയുടെ മകൻ അല്ലെ? ഏതാണ്? തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ വേരുകൾ ആരുടെയാണ്? വേരുകൾ മലയാറ്റൂരിയാണ്. അസുരവിത്ത് നമുക്കറിയാം എന്താണ്? MT എന്നറിയാം അല്ലെ? സൂഫി പറഞ്ഞ കഥ, സൂഫി പറഞ്ഞ കഥ ഏതാണ്? KP രാമൻ ഉണ്ണിയുടെയാണ് സൂഫി പറഞ്ഞ കഥ എന്നും കൂടി ഓർത്തു വെക്കുക. ചേരുംപടി ചേർക്കുക. സൂഫി പറഞ്ഞ കഥയിലെ കഥാപാത്രമാണ് കാർത്തി ട്ടോ. അതും കൂടെ ഓർത്തു വെക്കുക. അതിലെ കഥാപാത്രമാണ് കാർത്തി. ദെൻ ഏതാ വരിക? ഒന്നാമത്തെ കോരൻ ചിരുത ഏതിലാണ്? 2 അല്ലെ? ദെൻ 2 കുഞ്ഞേനച്ചൻ, അരനാഴിക നേരം, നജീബ്, ആടുജീവിതം, കുട്ടിപ്പാപ്പാൻ, അലാഹിയുടെ പെൺമക്കൾ, വെള്ളായച്ചൻ, കടൽ തീരത്ത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കോരൻ ചെയ്ത് തകഴിയുടെ ആണ് ട്ടോ. കുഞ്ഞാനച്ചൻ ആരുടെയാണ്? പാറപ്പുറത്തല്ലേ? നജീബ് നമുക്കറിയാം ബെന്യാമിന്റെ ആടുജീവിതമാണ്. കുട്ടിപ്പാപ്പൻ അലാഹിയുടെ പെൺമക്കളാണ്. പിന്നെ കടൽ തീരത്ത് വെള്ളായപ്പൻ OV വിജയന്റെയാണ്. ഓപ്ഷൻ A ആണ് ആൻസർ വരിക. കേരള വാൽമീകി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നതാര്? വള്ളത്തോൾ നാരായണ മേനോൻ അല്ലെ? ആണോ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്താണ്? കേരള തുളസീദാസ്. എന്താണ്? തുളസീദാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? തുളസീദാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കേരള ചോസർ ആണ് ആര്? കേരള ചോസർ ആണ് ശ്രീരാമ കവി. കേരള ഇബ്സൻ ആരാ മക്കളെ?
എൻ കൃഷ്ണപിള്ളയാണ് ട്ടോ കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന എൻ കൃഷ്ണപിള്ള. നമ്മുടെ എയിം സ്റ്റഡീസിന്റെ റാങ്കുകളാണ്. നാളെ നിങ്ങൾ ഇതുപോലെ ആവണം ട്ടോ. നാളെ ഓരോരുത്തരും എങ്ങനെയാവണം? ഇതുപോലെ ആവണം എന്ന് ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ഓരോരും ഇതുപോലെ ഫോട്ടോ ഒക്കെ ഇട്ട് ടാഗ് ഒക്കെ ഇട്ട് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് വെക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പരീക്ഷാ രീതി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. Then 9ാമത്തെ ചോദ്യം നോക്കിയേ, ചേരുംപടി ചേർക്കുക. ഏതാ വരിക? ഒന്ന്, കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാണ്, നമുക്കറിയാം. 2, കേരള ഇപ്സം എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. Then കേരള മപ്പോസൻ തകഴി. Then കേരള ഹെമ്മിങ് MT വാസുദേവൻ നായർ. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന CV രാമൻ പിള്ള. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. താഴെ പറയുന്നവിൽ KM മണിയുടെ ആത്മകഥ ഏതാണ്? ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ ഡി തന്നെ വരും അല്ലെ? ഓപ്ഷൻ ഡി ആത്മകഥ തന്നെയാണ്. കാലം സാക്ഷി ആരുടെയാണ്? ഉമ്മൻചാണ്ടിയാണ്, നമുക്കറിയാം അല്ലെ? ദെൻ ചിരിക്കു പിന്നിൽ ഇന്നസെന്റ് ആണ്, സമരം തന്നെ ജീവിതം VS അച്യുതാനന്ദനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ചവർ ആരൊക്കെയാണ് മക്കൾ? ഒന്ന് പറഞ്ഞേ, കമന്റ് ചെയ്തേ. ആത്മകഥ എന്ന പേരിൽ ആത്മകഥ രചിച്ചവര് EMS നമ്പൂതിരിപ്പാടുണ്ട്, KR ഗൗരി അമ്മയുണ്ട്, VR കൃഷ്ണ അയ്യർ ഉണ്ട്, പിന്നെ തകഴി ശിവശങ്കര പിള്ളയുണ്ട്, സർദാർ KM പണിക്കർ ഉണ്ട്, അന്നാചാണ്ടി ഉണ്ട്, പിന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്, KM മാണി ഉണ്ട്. ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ, ഒന്നും കൂടെ പറഞ്ഞേ. EMS നമ്പൂതിരിപ്പാട്, KR ഗൗരി അമ്മ, പിന്നെ VR കൃഷ്ണ അയ്യർ, തകഴി ശിവശങ്കര പിള്ള, സർദാർ KM പണിക്കർ, അന്നാചാണ്ടി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, KM മാണി. ക്ലിയർ ആണോ? Then അടുത്ത ചോദ്യം നമുക്ക് എന്താ നോക്കാം. ചേരുംപടി ചേർക്കുക. ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതോടുകൂടി നമുക്ക് കഥാപാത്ര കൃതികൾ എല്ലാം നമ്മൾ സെറ്റ് ആയി പഠിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ആരും സ്കിപ്പ് ചെയ്യണ്ട, പഠിക്കുക. നോക്കാം, നോക്കിയേ. 11ാമത്തെ ചോദ്യം ആൻസർ ചെയ്താ വരിക. 1, എന്റെ കഥ ആരുടെയാണ്? മാധവിക്കുട്ടിയിലെ. Then എന്റെ ജീവിത കഥ ആരെയാ വരിക? എന്റെ ജീവിത കഥ ഏതാണ്? എന്റെ ജീവിത കഥ AKG വരും അല്ലെ? Then എന്റെ ജീവിത സ്മരണകൾ മന്നത്തു പത്മനാഭൻ. ജീവിത സമരം ആരുടെയാണ്? C കേശവനാണ്. ജീവിത സമരം C കേശവനാണ്. ജീവിത സ്മരണകളാണ് EV കൃഷ്ണപിള്ള. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഓപ്ഷൻ എ ആണ് വരിക. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക, ഒന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുക, ഒന്ന് ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് കേട്ടോ. ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യാ? ആൻസർ പറയാ. ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാണ്?
ഓർമ്മയുടെ ഓളങ്ങൾ ആരുടെയാണ്? പറഞ്ഞേ. പറയില്ലെന്നോ? വളരെ നല്ലത്. തകഴിയാണോ? ജി ശങ്കരക്കുറുപ്പല്ലേ? ആരാണ് തകഴി പറഞ്ഞത്? എടാ മക്കളെ, ഓർമ്മയുടെ ഓളം, ഓളത്തോട് ആരായിരിക്കുന്നത്? ജി ശങ്കരക്കുറുപ്പാണ്. ഞാൻ എന്താ പോക്കണം കേട്ട മക്കളെ പറഞ്ഞത്? ഓർമ്മയുടെ തീരമാണ് തകഴി. എന്താണ്? തീരത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളാണ് ആര്? തകഴി. അപ്പൊ ഓർമ്മയുടെ തീരത്ത് ആരാണ്? തകഴിയാണ് എന്നും കൂടി അവിടെ ബഷീർ എന്നൊക്കെ പറയണ്ടേ. അയ്യോ വയ്യ. ദെൻ ഓർമ്മയുടെ അറകളാണ് എന്താണ്? അറയാണ് എന്ത്? ബഷീർ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്? ഓർമ്മയുടെ അറകളാണ് എന്ത്? ബഷീർ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓർമ്മയുടെ ലോകത്ത് പറഞ്ഞേ. എന്താണ് ഓർമ്മയുടെ ലോകത്ത്? പി കേശവദേവാണ്. എന്താണ്? പി കേശവദേവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ വ്യാഴവട്ട സ്മരണകൾ ആരുടേതാണ്? വ്യാഴവട്ട സ്മരണകൾ ആരെയാ? പറഞ്ഞേ. കല്യാണക്കുട്ടി അമ്മ. ആരാണ്? കല്യാണിക്കുട്ടി അമ്മയാണ് എന്ത്? വ്യാഴവട്ട സ്മരണകൾ എന്നും കൂടി ഓർക്കുക. ഇതാണ് എന്റെ നാടു കടത്തൽ. ആരെയാ അങ്ങനെ നാട് കടത്തിയത്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് കേട്ടോ. എന്റെ നാട് കടത്തൽ എന്തുവാ മക്കളെ? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ആത്മകഥയ്ക്കൊരാമുഖം. എത്രയോ പ്രാവശ്യം ആത്മകഥയ്ക്കൊരാമുഖം PSC ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ആൻസർ വരിക? ലളിതാംബിക അന്തർജനമാണ് കേട്ടോ. ജീവിത സമരം. ജീവിത സമരം. ജീവിത സമരം ആരുടെയാണ്? സി കേശവന്റെയാണ് എന്നും കൂടി ഓർത്തു വെക്കുക. ജീവിത പാത ആരുടെയാണ്? എഴുതി വെക്കുകയാണോ? ഒരെണ്ണ ഉത്തരം പറയുന്നില്ല. മാത്സ് ആണ്. ഇപ്പൊ എത്രയോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവും. ജീവിതപാത ചെറുകാടാണ് കേട്ടോ. ചെറുകാടാണ്. സമരം തന്നെ ജീവിതം ആരെയാണ്? VS അച്യുതാനന്ദൻ എന്നും കൂടി ഓർത്തു വെക്കുക. സമരം തീച്ചൂളയിൽ. പോയിട്ട് വേണ്ട. ഇതിന് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ലല്ലോ. ആ എടുത്തു നോക്കാം. സമരം തീച്ചൂളിൽ ആരെയാണ്? ദൈവമേ, പരീക്ഷയ്ക്ക് ഇതിന്നൊരു ചോദ്യം വരണേ. അപ്പോഴേ ഈ പിള്ളേർക്ക് എന്റെ കുറച്ചെങ്കിലും എന്നെ മനസ്സിലാക്കുള്ളൂ. ഒരു ചോദ്യം എങ്കിലും PSCക്ക് നല്ല സ്വഭാവം ആ ചോദ്യകർത്താവിന് ആ നേരം തോന്നിയിരിക്കണേ. പറഞ്ഞ EK നായനാരാണ് എന്താണ്? സമരം തീച്ചൂളയിൽ ട്ടോ. പതറാതെ മുന്നോട്ട് ആരാണ്? നിങ്ങളാണ്. പതറാതെ മുന്നോട്ട് പോവുക. എങ്ങട്? K കരുണാകരനാണ്. ഓണോ? പതറാതെ മുന്നോട്ട് ആരാ മക്കളെ? K കരുണാകരനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദൻ എന്റെ കുതിപ്പും കിതപ്പും ചോദിച്ചിട്ടുണ്ട്. എന്റെ കുതിപ്പും കിതപ്പും ജോസഫ് വടക്കനാണ്. വടക്കൻ ആരാണ്? വടക്കനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്റെ കുതിപ്പും കിതപ്പും ജോസഫ് വടക്കനാണ് എന്നും കൂടി മനസ്സിലാക്കി. എന്റെ ഇന്നലകൾ. ഈ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് വരും. നിങ്ങൾക്ക് ഒരു സ്നേഹമില്ല എന്നോട്. എന്റെ ഇന്നലകൾ ആരെയാണ്? അതാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? തുടിക്കുന്ന താളുകൾ. തുടിക്കുന്ന താളുകൾ ആരാ മക്കളെ? തുടിക്കുക. അങ്ങോട്ട് ആരാ? പറഞ്ഞേ. അയ്യോ, അതിൽ ആൻസർ കാണാനില്ലല്ലോ. ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ആരാണ് തുടിക്കുക? ചങ്ങമ്പുഴ അല്ലേ? തുടിക്കുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് എന്നും കൂടി ഓർമ്മ വയ്ക്കുക. ആത്മരേഖ ഇമ്പോർട്ടന്റ് ആണ്. ആത്മരേഖ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ആത്മരേഖ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. എന്താണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാട്. അരങ്ങു കാണാത്ത നടൻ. അരങ്ങു കാണാത്ത നടൻ പറഞ്ഞേ. തിക്കൊടിയനാണ് അരങ്ങു കാണാത്ത നടൻ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെന്താണ്? എന്റെ വഴിത്തിരിവ്. എന്റെ വഴിത്തിരിവ്. എന്റെ വഴി. നിങ്ങൾക്ക് നല്ല റിവിഷൻ ആണ് ഞാൻ തരുന്നത്. മര്യാദയ്ക്ക് ആൻസർ ചെയ്തോ. എന്റെ വഴിത്തിരിവ് എന്താണ്? പൊൻകുന്നം വർക്കിയാണ്. ആരാ മക്കളെ? പൊൻകുന്നം വർക്കിയാണ്. ദൻ കൊഴിഞ്ഞ ഇലകൾ.
കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയാണ് ട്ടോ. കഴിഞ്ഞ കാലം KP കേശവ മേനോനാണ്, മനസ്സിലാക്കി വെക്കുക. ദെൻ എന്റെ കാവ്യലോക സ്മരണകൾ, അത് ചോദിച്ചിട്ടുണ്ട്. എന്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പിള്ളിയാണ് എന്റെ കാവ്യലോക സ്മരണകൾ. ക്ലിയർ ആണോ? ദെൻ എന്റെ കഥ നമ്മൾ പറഞ്ഞു, ആരെയാണ്? മാധവിക്കുട്ടിയാണ് അല്ലെ. എന്റെ സ്മരണകൾ ആരോ പറഞ്ഞു എന്റെ സ്മരണകൾ അല്ലാന്ന്. EV കൃഷ്ണപിള്ളയാണ് എന്ത്? എന്റെ ജീവിത സ്മരണകൾ. ഏതാണ്? EV കൃഷ്ണപിള്ളയാണ് ജീവിത സ്മരണകൾ. EV കൃഷ്ണപിള്ളയാണ്. ക്ലിയർ ആണോ? എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എന്താണ് ഒരു കൂടി പറയാം. എന്റെ കഥ മാധവിക്കുട്ടിയാണ്. ജീവിത സ്മരണകൾ EV ഇതിലൊരു ചെറിയൊരു ഒരു ഡൗട്ട് കയറി വന്നു കേട്ടോ. ജീവിത സ്മരണകൾ വന്നിട്ട് EV കൃഷ്ണപിള്ള തന്നെയാണ്. മന്നത്ത് എന്റെ ജീവിത സ്മരണകളാണ് കേട്ടോ. അപ്പൊ അത് തെറ്റിപ്പോണ്ട, എന്റെ എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റാണ്. എടാ ജീവിത സ്മരണകളാണെങ്കിൽ EV കൃഷ്ണപിള്ള, എന്റെ ജീവിത സ്മരണകളാണ് മന്നത്ത്. എന്നെ തല്ലാൻ ആളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു വന്നിട്ട് നിങ്ങൾക്ക് ആ മനുഷ്യനോടാണ് സ്നേഹം. അപ്പൊ ഏതാ ആൻസർ വരിക? 11ാമത്തെ ചോദ്യം ആൻസർ കമന്റ് ചെയ്തേ. ഓപ്ഷൻ എ ആണ് നമ്മൾ അല്ലെ, ഓപ്ഷൻ എ ആണ് ആൻസർ. ബഷീറിന്റെ ആത്മകഥ ഏത്? ബഷീറിന്റെ ആത്മകഥ ഏതാണ്? നമ്മളിപ്പോ പറഞ്ഞു ഓർമ്മയുടെ അറകളാണ് അല്ലെ, ഓർമ്മയുടെ അറകളാണ്. ഓപ്ഷൻ എ ആണ്. പിന്നെ എന്താണ്? ഓർമ്മയുടെ തീരം നമുക്ക് പറഞ്ഞു തകഴിയാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസിയാണ്. തോപ്പിൽ ബാസിയാണ്. ഓർമ്മയുടെ ഓളങ്ങളാണെങ്കിൽ ശങ്കരക്കുറുപ്പ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥ ഏതാണ്? കൊഴിഞ്ഞ ഇലകൾ അല്ലെ, കൊഴിഞ്ഞ ഇലകളാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, ഓർമ്മയുടെ കണ്ണാടി ആരുടെ മക്കളെ? ഓർമ്മയുടെ കണ്ണാടി ഉദയഭാനു ആണ് ചോദിച്ചിട്ടുണ്ട്. ഓർമ്മയുടെ കണ്ണാടി ഉദയഭാനുവാണ്.